ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു ജിഷാസ് ഫ്ലേവേഴ്സ്. ഇന്ന് ഞാനൊരു ഫിഷ് കറിയാണ് തയ്യാറാക്കുന്നത്. അയില ഫിഷ് വെച്ചിട്ടാണ് ഞാൻ ഈ ഫിഷ് കറി തയ്യാറാക്കുന്നത്. അപ്പം നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഫിഷ് വെച്ചിട്ട് ചെയ്യാവുന്നതാണ്. അപ്പം അതിന് വേണ്ടിയിട്ട് ആദ്യം നമ്മൾ സ്റ്റൗ കത്തിച്ച ശേഷം പാൻ വെച്ച് കൊടുക്കാം. പാനിലേക്ക് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. വെളിച്ചെണ്ണ ചൂടായതിനു ശേഷം നമ്മൾ ഇഞ്ചിയും വെളുത്തുള്ളിയും നന്നായിട്ട് ചതച്ചതിന് ശേഷം അതിലേക്ക് ചേർത്ത് കൊടുക്കാം. ഒരു മീഡിയം സൈസുള്ള ഒരു ഇഞ്ചിയും ഒരു 6-7 വെളുത്തുള്ളി നന്നായിട്ടൊന്ന് ചതച്ചതിന് ശേഷം നമുക്ക് വെളിച്ചെണ്ണയിലേക്ക് ഇട്ട് കൊടുക്കാം. ഇതൊക്കെ ഒന്ന് മൂത്തതിന് ശേഷം ഇതിലേക്ക് നമ്മൾ ചെറിയുള്ളിയാണ് ചേർത്ത് കൊടുക്കുന്നത്. 1 കപ്പ് ചെറിയുള്ളി മിക്സിയിലൊന്ന് ചതച്ചതിന് ശേഷം അതും നമുക്ക് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. വെളിച്ചെണ്ണ കുറവായതുകൊണ്ട് കുറച്ച് വെളിച്ചെണ്ണയും കൂടെ ഞാൻ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഈ സവാളയും വെളുത്തുള്ളിയൊക്കെ നന്നായിട്ടൊന്ന് വെന്ത് വരട്ടെ. ഇനി നമുക്ക് ഇതിലേക്ക് തക്കാളി ചേർത്ത് കൊടുക്കാം. 1 തക്കാളിയാണ് ഇട്ട് കൊടുത്തിട്ടുള്ളത്. ആവശ്യത്തിനുള്ള ഉപ്പ് കൂടെ ചേർത്ത് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കുക. ഈ തക്കാളി നന്നായിട്ട് വെന്ത് വരണം. ഇനി നമുക്ക് ഇതിലേക്ക് മസാലപ്പൊടികൾ ചേർത്ത് കൊടുക്കാം. 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1.5 ടീസ്പൂൺ മുളക് പൊടി. പൊടിയുടെ പച്ചച്ചോവ മാറുന്നത് വരെ നന്നായിട്ടൊന്ന് വഴറ്റാം. നമുക്കിതിലേക്ക് പുളിവെള്ളമാണ് ഒഴിച്ചു കൊടുക്കേണ്ടത്. ഒരു നെല്ലിക്ക വലിപ്പത്തിലുള്ള പുളി പിഴിഞ്ഞ് വെച്ചിട്ടുണ്ട്. അത് നമുക്കിതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. അതിനുശേഷം ആവശ്യത്തിനുള്ള വെള്ളം കൂടെ ചേർത്ത് കൊടുക്കാം. നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കുക. ഉപ്പൊക്കെ ചെക്ക് ചെയ്ത് നോക്കുക. ആവശ്യമുണ്ടെങ്കിൽ ഉപ്പ് ചേർത്ത് കൊടുക്കാം. ഇനി പാത്രം അടച്ചു വെച്ച് വെള്ളമൊക്കെ നന്നായിട്ട് തിളച്ച് വരട്ടെ. ഇപ്പം നന്നായിട്ട് കറി തിളച്ചിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് ഫിഷിൻ്റെ കഷ്ണങ്ങൾ ഓരോന്നായിട്ട് ഇട്ട് കൊടുക്കാം. ഇനി നമുക്ക് പാത്രം അടച്ചു വെച്ചതിന് ശേഷം മീൻ വേവുന്നത് വരെ കുക്ക് ചെയ്തെടുക്കാം. ഇപ്പം ഏകദേശം 10 മിനിറ്റ് ആയിട്ടുണ്ട്. ഫിഷിൻ്റെ കഷ്ണങ്ങളൊക്കെ വെന്തിട്ടുണ്ട്. ഉപ്പൊക്കെ ചെക്ക് ചെയ്ത് നോക്കുക. ഫിഷ് കറി ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇതിൻ്റെ ഹൈലൈറ്റ് എന്ന് പറയുന്നത് ചെറിയുള്ളി വെച്ചിട്ടാണ് നമ്മൾ ഈ ഒരു ഫിഷ് കറി തയ്യാറാക്കുന്നത്. അപ്പം നല്ല ടേസ്റ്റാണ് കഴിക്കാനായിട്ട്. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. മറ്റൊരു നല്ല റെസിപ്പിയുമായി അടുത്ത വീഡിയോയിൽ കാണാം. താങ്ക് യു.